എന്ന് പറഞ്ഞാണ് ഒരു 7 വർഷക്കാലം മുമ്പ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ധ്യാനത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ യേശുവിനെ ഒരു പരിചയവും ഇല്ലാത്ത ആളാണ്. ഞാൻ ക്രിസ്തീയ പ്രാർത്ഥനകളിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഒരു പ്രാർത്ഥനയെ എനിക്ക് അറിഞ്ഞും കൂടാ. പഠിച്ച കോൺവെന്റുകളിൽ ചാപ്പലുകളിൽ പോയിട്ടുണ്ട്. അവിടെ കുരിശിൽ തൂങ്ങുന്ന യേശുവിന്റെ രൂപം കണ്ടിട്ടുണ്ട്. അതൊരു ദൈവമാണെന്ന് അംഗീകരിക്കാൻ പോലും എൻ്റെ മനസ്സ് കൂട്ടാക്കിയിരുന്നില്ല. കാരണം ഹിന്ദുമതം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ദൈവങ്ങളൊക്കെ എത്രയോ ശക്തിവാന്മാരും പ്രബലരും ഒക്കെയാണ്. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു നിസ്സഹായനായ മനുഷ്യൻ, അത്രമാത്രമേ എനിക്ക് യേശുവിനെ കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. പക്ഷെ ആ ധ്യാനത്തിന് അവിടെ കടന്നു ചെന്നിരിക്കുമ്പോൾ അവിടെ നടന്ന വചന പ്രഘോഷണങ്ങളിലൂടെ ഞാൻ വേറൊരു യേശുവിനെ കണ്ടുമുട്ടുകയായിരുന്നു. ആ വചനങ്ങൾ ഞാനിങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന്റെ വേളയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഒരു ചേച്ചി കൗൺസിലർ എന്നോട് പറഞ്ഞു, മോളെ എന്തോ കാണുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എന്തെങ്കിലും കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ യേശുവിനോട് അടങ്ങാത്ത ഒരു ആഗ്രഹം, ഒരു സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്നു തുടങ്ങി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുകയാണ് യേശു മുഴുവൻ ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് കൈ രണ്ടും നീട്ടി അതിൽ ചോര ഒലിപ്പിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് എൻ്റെ നേരെ വരുന്നതായിട്ടൊരു ദൃശ്യം. ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, യേശുവിനെ ഞാൻ കാണുന്നു, കയ്യിൽ ഒരു രക്തം തുടിക്കുന്ന ഹൃദയവും ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ കൗൺസിലർ പറഞ്ഞു, മോളെ പ്രാർത്ഥിച്ചോളുക, നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് താമസിക്കാൻ യേശു ആഗ്രഹിക്കുന്നു, നിനക്ക് സമ്മതമാണോ യേശുവിനെ ജീവിതത്തിലേക്ക് വിളിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സമ്മതമാണ്, ഞാൻ ഇതിനുവേണ്ടി തന്നെയാണ് ഇരുന്നത്, എനിക്ക് എൻ്റെ യേശുവിനെ കൂട്ടിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കൗൺസിലർ വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ യേശുവിന്റെ മുഖത്ത് നോക്കിക്കേ, ഒരു അച്ഛനായിട്ടാണോ മകനായിട്ടാണോ സഹോദരനായിട്ടാണോ യേശുവിനെ കാണാൻ പറ്റുന്നത്? ഞാൻ യേശുവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഇതൊന്നുമല്ല ഞാൻ കാണുന്നത്. പിന്നെ ആരായിട്ടാ കാണുന്നേ? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാ. ശരിയാ, യേശുവിന്റെ മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു നല്ല കൂട്ടുകാരന്റെ മുഖമാണ് യേശുവിന്. എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന, എൻ്റെ കൂടെ ജീവിക്കുന്ന, എന്നെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന നല്ലൊരു കൂട്ടുകാരൻ. കൗൺസിലർ പറഞ്ഞു, മോളെ യേശുവിനെ അങ്ങനെ തന്നെ മോള് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചോളുക, ഒരു കൂട്ടുകാരനായി നിന്റെ കൂടെ ജീവിക്കാനാണ് യേശു ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എൻ്റെ ഒരു കാൽപ്പനികതയോ ഒരു വൈകാരികതയോ ഒരു ചിന്തയിലുള്ള സംഗതിയോ ഒക്കെ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ എന്നാലും എൻ്റെ ഹൃദയത്തിന്റെ അടങ്ങാത്ത ആഗ്രഹം യേശുവിനെ അങ്ങനെ തന്നെ കാണണമെന്ന് ഞാൻ വാശി പിടിച്ചു. തിരിച്ച് ഹാളിൽ വന്നിരുന്നു. അപ്പോ എൻ്റെ നാത്തൂന് ഞാൻ ആഗ്രഹിച്ച പോലെ കിട്ടിയ ഒരു രോഗസൗഖ്യവും ഞാൻ കണ്ട യേശുവിന്റെ ഒരു രൂപവും എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു യേശുവും അതെനിക്ക് വലിയ ധൈര്യം തന്നു. ആ ധൈര്യത്തോടുകൂടി ഹാളിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളതെല്ലാം സ്വർഗമായിട്ട് തോന്നുകയാണ്. ഒരു വലിയ സന്തോഷം എന്നെ വന്ന് നിറയാണ്. അപ്പോഴും വീട്ടിൽ ഭർത്താവ് രോഗിയായിട്ട് കിടക്കുകയാണെന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇത് ചെയ്യാൻ കഴിവുള്ള യേശു അതും എനിക്ക് ചെയ്തു തരും എന്നൊരു ഉറച്ച വിശ്വാസം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഭർത്താവിന്റെ കാര്യം ഞാൻ പാടെ മറന്നുപോയി. ഞാൻ ആ ഹാളിൽ വന്നിരിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ യേശുവിനോട് ചോദിക്കാൻ വരിക. എന്താണ് യേശുവെ എന്നെ നീ ഇവിടെ കൊണ്ടുവന്നത്? എന്താ ഇവളെ ആദ്യം കൊണ്ടുവരാഞ്ഞത്? ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചെറിയ ഒരു കൊച്ചു കുഞ്ഞ് അച്ഛനോട് ചോദിക്കുന്ന പോലെ കുറെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരും. ഓരോ ചോദ്യങ്ങളും ഞാൻ ചോദിക്കുമ്പം എവിടെ നിന്നോ ഒരു ശബ്ദം എനിക്ക് ഉത്തരം തരാൻ തുടങ്ങി. ഈ ഓരോ ഉത്തരവും എൻ്റെ ഉള്ളിലേക്ക് വരുമ്പം ഞാൻ അതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് വെട്ടിക്കളഞ്ഞു. ഇതൊക്കെ എൻ്റെ തോന്നല, മനസാക്ഷി എന്ന് പറഞ്ഞൊന്ന് എന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നുന്നതാണ്. വീണ്ടും ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പം വീണ്ടും ഒരു ശബ്ദം എനിക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഉത്തരങ്ങളെല്ലാം നല്ല രസകരമായ ഉത്തരങ്ങളായിരുന്നു. എന്നെ ആശ്വസിപ്പിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉത്തരങ്ങൾ. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, ഇത് ശരിയല്ല. ഇത് ഞാൻ വെളിയിലിറങ്ങി കർത്താവ് എന്നോട് സംസാരിക്കുന്നുവെന്നോ മറ്റോ പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയും ഇവക്ക് വട്ടായിപ്പോയി എന്ന് പറയും എന്ന് വിചാരിച്ച് അതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് വെട്ടി ഞാൻ കളഞ്ഞുകൊണ്ടിരുന്നു. നീ എൻ്റെ വിഷമം അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ അറിയുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പോലും എൻ്റെ ആവശ്യം അറിയുന്ന എൻ്റെ കർത്താവെ, നീ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ മതിയായവനെന്ന് ഞാൻ അവിടെ വെച്ച് അടിയറവ് പറഞ്ഞു ദൈവത്തിന്റെ മുമ്പിൽ. തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. അപ്പോഴും ഈ ശബ്ദം എന്നോട് സംസാരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ ആ ശബ്ദത്തിന് ഞാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ അതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് കളഞ്ഞുകൊണ്ട് വരിക. അത് തെളിയിക്കാനായി ഒരു സംഭവം ആ ദിവസം ട്രെയിനിൽ വെച്ചുണ്ടായി. ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു വരിക. ഏകദേശം ചെങ്ങന്നൂരൊക്കെ എത്തിയപ്പോഴത്തേക്ക് ട്രെയിനിൽ ആളൊഴിഞ്ഞു. കൊച്ചുമോളും അവിടെ ഇറങ്ങി ഒരു ബസ് പിടിച്ച് വീട്ടിലേക്ക് പോകാൻ. ഞാനും കുഞ്ഞുങ്ങളും മാത്രമുണ്ട്. ട്രെയിനിൽ വലിയ ആളില്ല. തൊട്ടടുത്ത് ഒരു പ്രായം ചെന്ന മനുഷ്യൻ, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാള്, വളരെ ഡീസന്റ് മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്ത ഒരാൾ വന്നിരുന്നു. ആ ആള് വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെതുക്കെ എൻ്റെ മോടെ വണ്ടിയിൽ തലവെച്ചുറങ്ങി. കരുനാഗപ്പള്ളി സ്റ്റേഷനായപ്പോൾ ഞാൻ ഉണർന്നു.
ഉണർന്ന ഉടനെ ഈ വ്യക്തി എൻ്റെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എവിടാ വീട്, എങ്ങോട്ട് പോവുക, എവിടുന്ന് വരിക, ഇങ്ങനെയൊക്കെ വളരെ സാധാരണഗതിയിൽ. ഞാൻ അതിനെല്ലാം വളരെ നോർമലായ ഉത്തരവും പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഭാവം അങ്ങ് മാറിയിട്ട് പരസ്പര വിരുദ്ധമായി ബന്ധമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ നേരെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുഴപ്പമാണ്. ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് ആദ്യത്തെ സാത്താനാ, പെട്ടെന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ആനഹോളി കേട്ട പാട്ടുകളൊക്കെ അങ്ങോട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിറയലായിപ്പോയി. ഞാൻ കൈകൂപ്പി ഉള്ളിൽ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ കമ്പാർട്ട്മെന്റിൽ ആരെയും പരിചയമില്ല, എന്നെ എൻ്റെ മക്കളെയും കൂടെ ഒരു കുഴപ്പമില്ലാതെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടെത്തിക്കണേ. ഇങ്ങനൊന്ന് പറഞ്ഞപ്പോൾ എന്നോട് മുമ്പ് ഉത്തരം പറഞ്ഞ ശബ്ദം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാണ്, മോളെ ഇപ്പം നിന്റെ രക്ഷയ്ക്ക് ഒരാളെത്തും. അപ്പൊ ഞാൻ അതിന്റെ ഒരു സാങ്കത്യം ഓർക്കാതെ തിരിച്ചു പറയുകയാണ്, കർത്താവേ, ഇതിപ്പോ ഈ കമ്പാർട്ട്മെന്റിൽ വല്ലോരെ എന്റെ രക്ഷയ്ക്ക് വിളിച്ചാൽ അതിനേക്കാളിലും വലിയ സാത്താനായിപ്പോ, എനിക്ക് ആരെ അറിയത്തില്ലല്ലോ കർത്താവേ എന്നിങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോഴത്തേനും എന്റെ തൊട്ടടുത്ത് ചേച്ചിന്നൊരു വിളി കേട്ടു. നോക്കിയപ്പോ ഒരു 10-20 വയസ്സ് പ്രായമായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുക. ചേച്ചി എന്തുവാ, ചേച്ചി എവിടുന്ന് വരുവാ, ചേച്ചി മക്കളും തന്നെ ഉള്ളോ, ധ്യാനത്തിന് പോയതായിരുന്നോ? ഞങ്ങളും ധ്യാനത്തിനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരൊക്കെ? എന്റെ അമ്മ, പെങ്ങള്, അളിയൻ, കൂട്ടുകാരനെല്ലാം. എല്ലാരും ഇനി വന്നേ. അപ്പുറത്തുനിന്ന് എല്ലാരെയും വിളിച്ച് ഞങ്ങളുടെ ചുറ്റുമിരുത്തി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യൻ വല്ലാതൊക്കെ സംസാരിക്കുന്നു എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ കുട്ടി ആ മനുഷ്യനെ നേരെ തിരിഞ്ഞിട്ട്, എന്തിനാ നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഒന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ കാര്യത്തിൽ അങ്ങ് ഇടപെടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്നും ചെയ്യാനാവാതെ, എനിക്കിത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ സ്തബ്ധയായിട്ടിരുന്നു പോയി. കാരണം ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, എന്നെ അറിയുന്നതല്ല, ഇപ്പോഴും ആ ആളുടെ പേരും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ രക്ഷയ്ക്ക് ഒരാളെത്തും എന്നൊരു ശബ്ദം എന്നോട് പറയുകയും അതേ സമയത്ത് എന്റെ രക്ഷയ്ക്കായി ഒരാളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തത് ആരാണെന്നറിയാതെ പകച്ചിരുന്നതിന്റെ ഇടയ്ക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഈ മനുഷ്യൻ ആൾക്കൂട്ടത്തിലേക്ക് ചാടി ഇറങ്ങി ഓടിപ്പോയി. റെയിൽവേ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവർ പുറകിന് ചാടിയപ്പോഴത്തേക്ക് ഇയാൾ ഓടിക്കളഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഈ കുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ്, ചേച്ചി മക്കളും ഒറ്റയ്ക്ക് പോകണ്ട, ഹസ്ബൻഡൊക്കെ നിൽക്കുന്നിടം വരെ ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ബോഡി ഗാർഡ്സ് പോലെ ഞങ്ങളുടെ ചുറ്റിനും നിന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷന്റെ വെളിയിൽ വരെ കൊണ്ടെത്തിച്ചു. ഹസ്ബൻഡ് വന്നില്ലെങ്കിലും സാരമില്ല ചേച്ചി, ഞങ്ങൾ വീട്ടിലെത്തിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായില്ല. അദ്ദേഹം വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഒരു നന്ദി വാക്ക് പോലും പറയാനാവാത്ത വിധം ഞാൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും അതിന്റെ ഒരു തീക്ഷ്ണത മനസ്സിലാക്കണമെങ്കിൽ എന്റെ അന്നേരത്തെ അവസ്ഥ നിങ്ങൾ അറിയണമായിരുന്നു. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ അകപ്പെടുക എന്ന് പറയാം. അതിൽ നിന്ന് ദൈവം തന്നെ ഇടപെട്ട് എന്നെ വിടുതൽ നൽകി വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഈ സംസാരിക്കുന്ന ശബ്ദം എന്റെ തോന്നലല്ല. എന്റെ തോന്നലിൽ ഒരിക്കലും പറയാനാവുമായിരുന്നില്ല എന്റെ രക്ഷയ്ക്ക് ഒരാളെത്തുമെന്ന്. അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു, ഒരു സ്വരം, ദൈവത്തിന്റെ ഒരു സ്വരം എന്നോട് സംസാരിക്കുന്നുണ്ട്. എന്റെ ആവശ്യഘട്ടങ്ങളിൽ എനിക്ക് വേണ്ട സഹായം എത്തിക്കാൻ, എന്നെ വിടുവിക്കാൻ, എന്നെ വഴി നടത്താൻ സംസാരിക്കുന്ന ഒരു ദൈവം എന്റെ കൂട്ടിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100% ബോധ്യപ്പെട്ടത് യേശു എന്റെ കൂട്ടുകാരനായി എന്റെ കൂടെ ഉണ്ടെന്ന്. അന്ന് മുതൽ എന്റെ ജീവിതം വ്യത്യാസപ്പെടാൻ തുടങ്ങി. വീട്ടിൽ വന്നു. കൊച്ചുമോക്ക് കിട്ടിയ രോഗസൗഖ്യം അത് തെളിവായി കിട്ടിയതോടുകൂടി എന്റെ വീട്ടുകാർക്ക് പിന്നെ ഒരു എതിരഭിപ്രായവും ഇല്ല. ഞാൻ പോകുന്ന വഴികളെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ വളരെ സ്നേഹത്തോടുകൂടി അത് അക്സെപ്റ്റ് ചെയ്ത് നോക്കി കാണാൻ തുടങ്ങി. അപ്പോഴും എന്റെ ഭർത്താവിന്റെ രോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിങ്ങനെ, എനിക്ക് യേശുവിനെ കാണാൻ പറ്റി, യേശുവിന്റെ സ്വരം കേൾക്കാൻ പറ്റി, യേശുവിനോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹവും അന്തം വിട്ടുപോയി. അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടായത്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കമ്പനിയിൽപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ കാലിന് ഭയങ്കര വേദനയാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സിസ്റ്ററിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ തലയെ കൈവച്ചെന്ന്. എനിക്ക് ഈ തലയെ കൈവച്ച് പ്രാർത്ഥനയൊന്നും അറിയത്തില്ല. വലിയ ആത്മീയ ഗുരുക്കന്മാര് ചെയ്യുന്ന പോലെ ചെയ്യാൻ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനും എനിക്ക് അറിയത്തില്ല. ആ സാരമില്ല, പുള്ളിക്കാരൻ ശനിയാഴ്ച വരും, നീ അങ്ങ് പ്രാർത്ഥിച്ചോണ്ടാ മതിയെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോൻ എന്റെ അടുത്ത് ചോദിക്കും, അമ്മയ്ക്ക് അറിയാമോ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, കർത്താവ് പറഞ്ഞാൽ ഞാൻ ചെയ്യും, വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല, അത്രേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ എന്റെ മുറിയിൽ കടന്ന് ശനിയാഴ്ച അദ്ദേഹം വരുമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച മുഴുവൻ ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഇരുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ ഞാൻ എന്തോ ചെയ്യും, ആ വ്യക്തി വരികയാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, എനിക്കൊന്നും അറിഞ്ഞുകൂടാ കർത്താവെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.